ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്നും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ വൈറ്റ് ആക്രലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ റെയിൻബോ ബോട്ടിലായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കളേഴ്സ് എടുത്തിട്ടുണ്ട്. റെഡ് എടുത്തിട്ടുണ്ട്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ കളർ, കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ലൈറ്റ് ബ്ലൂ എടുത്തിട്ടുണ്ട്, പിന്നെ അൾട്രാ മറൈൻ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ വയലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മജന്തയും ബ്ലൂ കളറും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഓരോ കളറായിട്ട് നമുക്ക് ബോട്ടിലിൽ പെയിൻറ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ബോട്ടിൽ ഒരു 7 പാർട്ടായിട്ട് ഒന്നിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോ കളറും എത്രയാണോ പെയിൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം വയലറ്റ് കളറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വയലറ്റ് അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്ലൂ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ബ്ലൂ കളറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ബ്ലൂ കളറും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പോൾ അതിനാദ്യം നമ്മൾ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഗ്രീൻ കളറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി യെല്ലോ കളറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. യെല്ലോ കളർ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഗ്രീനും യെല്ലോയും കൂടെ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. കാരണം അപ്പം ഗ്രീൻ കളർ യെല്ലോൻ്റെ കൂടെ മിക്സ് ആയിട്ട് പോകും. അപ്പോൾ ആദ്യം കുറച്ച് മുകളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വേറൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ആ യെല്ലോയും ഗ്രീനും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗം ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഓറഞ്ച് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെഡും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാ കളേഴ്സും അപ്ലൈ ചെയ്ത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പിക്ചറിന് ഞാൻ ട്രേസിങ് പേപ്പർ വെച്ചിട്ട് ഈ ബോട്ടിൽക്കൊന്ന് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ട്രേസ് ചെയ്തെടുത്ത് ഒരു മാർക്കർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലെല്ലാം ബ്ലാക്ക് കളറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടീനെയും ബലൂണും ഒക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതാ നിൽക്കുന്ന ആ ഒരു ഭാഗം കൂടെ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബോട്ടിലിന് ചുറ്റും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് ചെറിയ ലീവ്സുകളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ബോട്ടിലാട്ടും ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് കണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഇനി ആ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് പക്ഷീനെയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.